ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ ചായയോടൊപ്പമുള്ള 10 ചോദ്യങ്ങളിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും ആരംഭിക്കുകയാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് നമ്മൾ വീണ്ടും എത്തുന്നു ചായയോടൊപ്പം 10 ചോദ്യങ്ങളുമായി. ഇന്ന് 22 സെപ്റ്റംബർ 2025 തിങ്കളാഴ്ചയിലെ 10 ചോദ്യങ്ങൾ നോക്കാം. അപ്പൊ എല്ലാവരും രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അങ്ങോട്ട് പരീക്ഷകളുടെ കാലമാണ്. അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള മുൻ വർഷ ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം. അപ്പൊ അതോട് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം. ചോദ്യം നമ്പർ 1. ഓക്കെ, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പൊ ഇന്നത്തെ 10 ചോദ്യങ്ങളിൽ ഞാൻ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് റീസെന്റ് നടന്ന പോലീസ് ഡ്രൈവർ, കേരള പോലീസ് ഡ്രൈവറിന്റെ പരീക്ഷയുടെയും ഫയർമാൻ ഡ്രൈവറിന്റെ പരീക്ഷയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. റീസെന്റ് നടന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, ഒന്നാം ചോദ്യം, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓക്കെ, ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ കണ്ണൂർ ജില്ലയിൽ മോറാഴ സമരം നടന്നത് 1940 സെപ്റ്റംബർ 15 2. കയ്യൂർ സമരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് 1941 മാർച്ച് 28 3. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത 4 പേരെ തൂക്കിക്കൊന്നത് 1943 മാർച്ച് 28 പുന്നപ്ര വയലാർ സമരം നടന്നത് 1946 ഇവിടെ ചോദ്യത്തിൽ തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിലെ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി. അതായത് കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത 4 പേരെ തൂക്കിക്കൊന്നത് 1943 മാർച്ച് 28 എന്നുള്ള പ്രസ്താവന തെറ്റാണ്. ഈ 4 സ്റ്റേറ്റ്മെന്റ്സിന്റെ കൂട്ടത്തിൽ 2 പ്രസ്താവനകൾ കയ്യൂർ സമരത്തെ കുറിച്ച് മാത്രമാണ്. അതിൽ ഒരു പ്രസ്താവന ശരിയാണ്. ഏതാണത്? കയ്യൂർ സമരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത്, അദ്ദേഹത്തിന്റെ പേരോടെ പറഞ്ഞിട്ടില്ല, കൊല്ലപ്പെട്ടത് 41 മാർച്ച് 28 പറഞ്ഞത് ശരിയാണെങ്കിൽ ഓക്കെ, 4 പേരെ തൂക്കിക്കൊന്നത് 28 മാർച്ച് 43 പറയുന്നത് തെറ്റാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സുപ്രധാനമായുള്ള വിവരങ്ങൾ, PSC മുമ്പ് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം പറഞ്ഞ 2 സ്റ്റേറ്റ്മെന്റ് മൊറാഴ സമരവും പിന്നെ അതുപോലെ തന്നെ പുന്നപ്ര വയലാർ സമരവും കറക്റ്റ് ആണെന്നും കൂടെ മനസ്സിലാക്കാം. അപ്പൊ കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുതകൾ എന്താണ്? ശരിക്കും കയ്യൂർ സമരം എന്ന് പറയുന്നത്, ആദ്യം ഇതിന്റെ ഇതിവൃത്തം മനസ്സിലാക്കാം. കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജന്മി വ്യവസ്ഥക്കും സാമ്രാജ്യത്വത്തിനെതിരെ നടന്ന കർഷക സമരമാണ് ശരിക്കും കയ്യൂർ സമരം എന്ന് പറയുന്നത്. കർഷകരുടെ സമരം തന്നെയായിരുന്നു. ഇത് ആരുടെ നേതൃത്വത്തിലാണ് ഈ കയ്യൂർ സമരം നടന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ. ജന്മിമാർക്ക് വേണ്ടി കർഷകരെ പോലീസുകാർ അടിച്ചമർത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. അപ്പൊ അതിനെതിരെ ഓക്കെ, ജന്മി വ്യവസ്ഥക്കെതിരെ ഓക്കെ, അവർക്ക് മേൽ ചുമത്തിയിരുന്ന നികുതി വ്യവസ്ഥക്കെതിരെയൊക്കെ ആ ഒരു കയ്യൂർ പ്രദേശത്ത് 200ഓളം കർഷകരൊക്കെ നടത്തിയ സമരമാണ് ശരിക്കും എന്നറിയപ്പെടുന്നത് കയ്യൂർ സമരം എന്നറിയപ്പെടുന്നത്. ഈ കയ്യൂർ സമരത്തിന് ഒരു പുതിയ മാനം വരുന്നത് ഒരു പോലീസുകാരൻ കൊല്ലപ്പെടുമ്പോഴാണ്. ഈ ഒരു സമരത്തിലൊക്കെ ഈ കർഷകര് ആക്രമിക്കുമെന്ന് ഭയന്ന് ഓക്കെ, സുബ്രായൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ പുഴയിൽ ചാടുകയുണ്ടായി. ഓക്കെ, അദ്ദേഹത്തിന്റെ ആ ഒരു മരണത്തിന് ശേഷമാണ് ഇതിന് മറ്റൊരു മാനം വന്നത്, മറ്റൊരു രീതിയിലോട്ട് ഈ ഒരു സമരം അല്ലെങ്കിൽ കലാപം മാറിയത്. അങ്ങനെയാണ് ഇത് ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന PSC ആസ്പെക്ട്സിൽ, PSC പോയിന്റ് ഓഫ് വ്യൂ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉള്ള പ്രധാനപ്പെട്ട വസ്തുതകൾ നമുക്ക് നോക്കാം. ഒന്നാമത്, ഈ സമരം നടന്ന വർഷം എന്ന് പറയുന്നത് 1941 മാർച്ച് 28 വളരെ പ്രധാനപ്പെട്ടതാണ്. കയ്യൂർ സമരം നടന്നത് മാർച്ച് 28 1941. ഓക്കെ, എന്താണ് സംഭവം? ഇത് നടന്ന ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ല. ഏത് താലൂക്കിലാണ് ഈ കയ്യൂർ സ്ഥിതി ചെയ്യുന്നത്? ഹൊസ്ദുർഗ് താലൂക്ക്. കയ്യൂർ സമരം നടന്ന നദീതീരം കരിയങ്കോട് നദി. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കരിയങ്കോട് നദിയുമായി ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട ഫാക്ട്സ് മുൻ വർഷ ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു ചോദ്യത്തിന്റെ ഭാഗമായി തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നോട്ട് ചെയ്തോണം. കരിയങ്കോട് നദി, കയ്യൂർ സമരം നടന്ന നദീതീരം കരിയങ്കോട് നദീതീരം കേട്ടോ. ഇതെവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. മാർക്ക് ചെയ്തത്, കരിയങ്കോട് നദീതീരം. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത്, ഈ കയ്യൂർ സമര നായകൻ എന്നറിയപ്പെടുന്ന ഓക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് EK നായനാർ. കയ്യൂർ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള മുൻ കേരള മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്താണ്? EK നായനാർ. അപ്പൊ കയ്യൂർ സമരത്തിന്റെ സമരനായകൻ എന്നറിയപ്പെടുന്ന മുൻ മുഖ്യമന്ത്രി EK നായനാർ. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ്? EK നായനാർ. 2ന്റെ ഉത്തരം EK നായനാരാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, കയ്യൂർ സമരത്തെ തുടർന്ന് സമരക്കാരിൽ നിന്നുള്ള അക്രമത്തെ ഭയന്ന് പുഴയിൽ ചാടി മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഒക്കെ പോലീസുകാരന്റെ പേരെന്താണ്? സുബ്ബരായൻ. ഇദ്ദേഹത്തിന്റെ ഈ ഒരു മരണത്തിന് ശേഷമാണ് ഈ ഒരു കലാപത്തിനൊക്കെ മറ്റൊരു മാനം വരികയും ഒരുപാട് ആളുകളെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത് കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കുക. സുബ്രായൻ എന്നും വായിക്കാറുണ്ട്, സുബ്ബരായൻ. ഓക്കെ, ഇദ്ദേഹമാണ് ഓക്കെ ഇതിൽ കൊല്ലപ്പെട്ട പോലീസുകാരനെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി കരിയങ്കോട് പുഴയിലാണ് ഇദ്ദേഹം ചാടിയത്. കരിയങ്കോട് പുഴയിലാണ് ഈ സുബ്രായൻ ചാടി മരിച്ചതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, കയ്യൂർ സമരത്തെ തുടർന്ന് 61 പേരാണ് അന്ന്
പോലീസിന്റെ പിടിയിലായത്. ഓക്കെ, ഇനി ഈ കയ്യൂർ സമരത്തിന്റെ ഈ ഒരു സമരത്തിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേര് അറസ്റ്റ് ചെയ്തു. അതിൽ 4 പേരെ തൂക്കിക്കൊന്നു. ആ തൂക്കിലേറ്റപ്പെട്ട 4 പേരാണ്. ഓക്കെ, ഒന്ന് മഠത്തിൽ അപ്പു, ഇത് PSC ചോദ്യമാണ്, മറക്കാൻ പാടില്ല. മഠത്തിൽ അപ്പു, പെഡോറ കുഞ്ഞമ്പു നായരും, കോയിത്താട്ടിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. ഈ 4 പേരാണ് ശരിക്കും കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടത്. ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അയാള് മൈനർ ആയതുകൊണ്ട് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഈ 4 ആളുകളുടെ പേര് നിങ്ങൾ നോട്ട് ചെയ്യണം. നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 4 പേരെ മനസ്സിലാക്കും. ഓക്കെ, ഇനി കയ്യൂർ സമരത്തെ തുടർന്ന് ഈ 4 പേരെയും തൂക്കിലേറ്റിയത് 1943 മാർച്ച് 29-നാണ്. മാർച്ച് 29-നാണ്. ഇതായിരുന്നു നമ്മുടെ ചോദ്യത്തിൽ തെറ്റായി കൊടുത്തിരുന്ന പോയിന്റ് എന്ന് പറയുന്നത്. മാർച്ച് 28 പറഞ്ഞിരുന്നത്, പക്ഷെ ശരിക്കും എന്താണ് മാർച്ച് 29, 1943 മാർച്ച് 29-നാണ് തൂക്കിലേറ്റത്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നിന്ന് ഈ ഒരു തൂക്കിലേറ്റപ്പെട്ട കൂട്ടത്തിൽ ഒരാളും കൂടി ശരിക്കും ഉണ്ടാവേണ്ടതായിരുന്നു. അതിൽ മൈനർ ആയിട്ടുള്ള ഒരു വ്യക്തി, അതായത് C കൃഷ്ണൻ നായർ അല്ലെങ്കിൽ ചുരിക്കാടൻ കൃഷ്ണൻ നായർ, ഇദ്ദേഹത്തെ മൈനർ ആണെന്ന് കണ്ട്, പ്രായപൂർത്തിയാകാത്തവരാണെന്ന് കണ്ട് എന്ത് ചെയ്തു, വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി ദുർഗുണ പരിഹാര പാഠശാലയിലോട്ട് അയക്കുകയുണ്ടായി. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേരും കൂടെ മനസ്സിലാക്കണം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ചുരിക്കാടൻ കൃഷ്ണൻ നായരെ പ്രായപൂർത്തിയാകാത്തതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയുണ്ടായി. മനസ്സിലായാലോ? ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ഈ കയ്യൂരിലെ സമര നേതാക്കളെ തൂക്കിലേറ്റിയ മാർച്ച് 29-ന് അന്നത്തെ അഖിലേന്ത്യാ കിസാൻ സമ്മേളനം എന്ത് ചെയ്തു, ആ മാർച്ച് 29 കിസാൻ ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ള പോയിന്റ് കൂടെ മനസ്സിലാക്കണം. അഖിലേന്ത്യാ കിസാൻ സമ്മേളനം ഈ മാർച്ച് 29-ന് എന്ത് ചെയ്തു, കിസാൻ ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ള പോയിന്റ് മനസ്സിലാക്കണം. ആ തീരുമാനിച്ച ദിവസം എന്നാണ്, ഇവരെ തൂക്കിലേറ്റിയ ദിവസമാണെന്ന് അറിഞ്ഞിരിക്കാം. ക്ലിയർ ആണല്ലോ? ഈ കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒട്ടനവധി പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ PSC ചോദിച്ച പ്രധാനപ്പെട്ട കുറച്ച് പുസ്തകങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചിരസ്മരണ, ചിരിയല്ല ചിരസ്മരണ, തെറ്റാണ്, ചിരിയല്ല ചിരസ്മരണ, ചിരസ്മരണ എന്ന് പറയുന്ന പുസ്തകം, ചിരസ്മരണ എന്ന് പറയുന്ന പുസ്തകം രചിച്ച ആരാണ്? നിരഞ്ജന. മനസ്സിലാക്കുക, നിരഞ്ജന എന്ന പേര് കേൾക്കുമ്പോൾ ഇതൊരു സ്ത്രീ ആണെന്ന് വിചാരിക്കേണ്ട. നിരഞ്ജന എന്നുള്ളത് അദ്ദേഹത്തിന്റെ തൂലികാ നാമമാണ്. നിരഞ്ജന എന്നുള്ള പേരിൽ എഴുതി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് അല്ലെങ്കിൽ നോവലുകൾ മറ്റൊക്കെ എഴുതിയ വ്യക്തി ആരാണ്? കുലകുണ്ഠ ശിവറാവു. കന്നഡ എഴുത്തുകാരനായിട്ടുള്ള കുലകുണ്ഠ ശിവറാവുവിന്റെ തൂലികാ നാമമാണ് നിരഞ്ജന എന്ന് പറയുന്നത്. ഈ നിരഞ്ജന എന്ന് പറയുന്ന കുലകുണ്ഠ ശിവറാവു ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത കരിയങ്കോട് നദി കേട്ടോ. ആ കരിയങ്കോട് നദിയെ തേജസ്വിനി എന്ന് വിശേഷിപ്പിച്ചത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. തേജസ്വിനി എന്ന് കരിയങ്കോട് നദിയെ, പാലക്കാട് ജില്ലയിലെ കരിയങ്കോട് നദിയെ വിശേഷിപ്പിച്ചത് നിരഞ്ജന എന്ന് പറയുന്ന കുലകുണ്ഠ ശിവറാവു എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. മറക്കാൻ പാടില്ല, വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അപ്പോ ഏത് നദിയാണ് തേജസ്വിനി എന്ന് അറിയപ്പെടുന്നത്? കരിയങ്കോട് നദിയാണ്, അല്ലെ കയ്യൂർ നദി എന്ന് അറിയപ്പെടുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി കയ്യൂർ ഹീറോസ് എന്ന പേരിൽ പുസ്തകം എഴുതിയതാരാണ്? PC ജോഷി. വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത പോയിന്റ്, കയ്യൂരും കരിവള്ളൂരും വളരെയധികം ഡിസ്കസ് ചെയ്യപ്പെട്ട പോപ്പുലർ ആയിട്ടുള്ള പുസ്തകമാണ് കയ്യൂരും കരിവള്ളൂരും. മറക്കാൻ പാടില്ല, AV കുഞ്ഞമ്പു ആണ് കയ്യൂരും കരിവള്ളൂരും എന്നുള്ള പുസ്തകം എഴുതിയത്. അങ്ങനെയാവുമ്പോൾ മറ്റൊരു കുഞ്ഞമ്പുവിന്റെ കാര്യം നമുക്ക് പഠിക്കണം. VV കുഞ്ഞമ്പു. 1934 VV കുഞ്ഞമ്പു ആരംഭിച്ചതാണ് അഭിനവ ഭാരത് യുവക് സംഘ കേട്ടോ. അഭിനവ ഭാരത് യുവക് സംഘം. ഓക്കെ, ഈ അഭിനവ ഭാരത് യുവക് സംഘം എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം ആരംഭിച്ചത് VV കുഞ്ഞമ്പു ആണ്. എന്നാൽ കയ്യൂരും കരിവള്ളൂരും എഴുതിയത് AV കുഞ്ഞമ്പു ആണ്. മറക്കാൻ പാടില്ല. ഇനി കയ്യൂർ സമരത്തെ ആസ്പദമാക്കിക്കൊണ്ട് ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയുടെ പേരാണ് മീനമാസത്തിലെ സൂര്യൻ. ഏതാണ്? മീനമാസത്തിലെ സൂര്യൻ. അപ്പൊ ഇത്രയും ഫാക്ട്സ് ആണ് നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നോട്ട് ചെയ്യുക, മറക്കാതിരിക്കുക, ഒക്കെ എഴുതിയെടുക്കാം. രണ്ടാമത്തെ ചോദ്യം, താഴെ നൽകിയവയിൽ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് ശരിയായ വിവരണം ഏതെല്ലാമാണ്? ശരിയായ വിവരണമാണ് കേട്ടോ, തെറ്റല്ല. ഓക്കെ, ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണാകൃതിയിലുള്ള ഭൂപ്രദേശമാണ്. ശരിയാണോ? നോക്കാം. പ്രധാനമായും ലാവ തണുത്തുറഞ്ഞതിലൂടെയാണ് രൂപപ്പെടുന്നത്. പീഠഭൂമിയുടെ പൊതുവായ ചെരിവ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. ഓക്കെ, ഇനി ശരാശരി ഉയരം 600 മുതൽ 900 മീറ്റർ വരെയാണ്. ഈ 4 സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരിയായവ എന്നുള്ളതാണ് ശരിയായ വിവരണം. ഇതിൽ ശരിയായ വിവരണം എന്ന് പറയുന്നത് 1, 2, 4 മാത്രമാണ്. 1, 2, 4. അതായത് 1, 2, 4 എന്ന് പറയുമ്പോൾ ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണാകൃതിയിലുള്ള ഭൂപ്രദേശമാണ്. ശരിയാണ്. ഓക്കെ, പ്രധാനമായും ലാവ തണുത്തുറഞ്ഞതിലൂടെയാണ് രൂപപ്പെടുന്നത്. ശരിയാണ്. ഓക്കെ, 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്,
ശരിയായ ഉയരം 600-ന്റെയും 900 മീറ്ററിന്റെ ഇടയിലാണ്. എന്നാൽ പീഠഭൂമിയുടെ പൊതുവായ ചരിവ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് എന്ന് പറയുന്നത് തെറ്റാണ്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണെന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പീഠഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫാക്ട്സും ഈ തെറ്റായ പ്രസ്താവനയെ എന്താണ് അതിന്റെ ശരിയായിട്ടുള്ള പ്രസ്താവന എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമി അല്ലെ, പെനിൻസുലാർ പ്ലാറ്റ്യൂ ആണ്. ഓക്കെ, ഭൂമിശാസ്ത്രപരമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ളതും സ്ഥിരതയുള്ളതുമായിട്ടുള്ള ഭൂപ്രദേശമാണ് ഈ പറയുന്ന ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമി. ഭൂമിശാസ്ത്രപരമായിട്ട് ഏറ്റവും പഴക്കമുള്ളതും സ്ഥിരതയുള്ളതുമായിട്ടുള്ള ഭൂപ്രദേശം ഒന്ന്. ഇനി ഇത് ക്രമരഹിതമായിട്ടുള്ള ത്രികോണാകൃതിയിലാണെന്നുള്ളത് ചോദ്യത്തിൽ പറഞ്ഞിരുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. അപ്പൊ അതിന്റെ രൂപ പറയുന്നത് ഓക്കെ, ക്രമരഹിതമായിട്ടുള്ള ഒരു ത്രികോണാകൃതിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഇതിന്റെ അതിരുകളാണ് പറയാൻ പോകുന്നത്. ഇതിന്റെ വടക്ക് ഭാഗം ഓക്കെ, വടക്ക് ഭാഗം ഏതാണ്? ആരവല്ലി. ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് വെസ്റ്റ്, ഈസ്റ്റ്. കേട്ടോ, ഞാൻ ഇവിടെ വരക്കാം. ഇതാണ് നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഓക്കെ, അപ്പൊ വടക്ക് ഭാഗത്ത് ഏതാണ്? വടക്ക് പടിഞ്ഞാറ് ഈ ഭാഗത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഏതാണ്? ആരവല്ലി നിരകൾ. ഓക്കെ, വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആരവല്ലി നിരകളാണ്. എന്നാൽ വടക്ക് ഭാഗത്ത് വിന്ധ്യ സത്പുര പർവ്വതനിരകൾ. വടക്ക് ഭാഗത്ത് ഇവിടെ വിന്ധ്യ സത്പുര പർവ്വതനിരകളാണ്. പടിഞ്ഞാറ് ഭാഗത്താണ് പശ്ചിമഘട്ടം. അറിയാലോ, പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഘട്ട്. ഓക്കെ, അപ്പോ വടക്ക് പടിഞ്ഞാറ്, അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആരവല്ലി മലനിരകളാണ്. വടക്ക് ഭാഗത്ത് ഇവിടെയാണെങ്കിൽ എന്താണ്? വിന്ധ്യ സത്പുര പർവ്വതനിരകളാണ്. കിഴക്ക് ഭാഗത്ത് ഓക്കെ പൂർവ്വഘട്ടമാണ്. ഓക്കെ, പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ്? പശ്ചിമഘട്ടമാണ്. കിഴക്ക് ഭാഗത്ത് പൂർവ്വഘട്ടം, പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ്? വെസ്റ്റേൺ ഘട്ടമാണ്. ഇതാണ് അതിന്റെ അതിരുകൾ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പീഠഭൂമിയുടെ പൊതുവായിട്ടുള്ള ചെരിവ് ഓക്കെ എങ്ങോട്ടാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഇതാണ് വെസ്റ്റ്, ഇതാണ് ഈസ്റ്റ്. അപ്പൊ വെസ്റ്റിൽ നിന്ന് കിഴക്കോട്ടാണ് ഇതിന് ചെരിവുള്ളത്. തിരിച്ചാണ് ചോദ്യത്തിൽ പറഞ്ഞത്. കിഴക്കിൽ നിന്ന് പടിഞ്ഞാറോട്ടാണെന്നാണ് ചോദ്യത്തിൽ പറഞ്ഞത്. പക്ഷെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഓക്കെ, ഇങ്ങനെ ചെരിവുള്ളത് കൊണ്ട് തന്നെ ഓക്കെ ഈ ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട നദികളായിട്ടുള്ള മഹാനദി ഏതൊക്കെയാണ്? നോട്ട് ചെയ്തോണേ. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഇതാണ് പെനിൻസുലാർ റിവേഴ്സ്. പക്ഷേ അതിന് 4 റിവേഴ്സ്: മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഈ 4 നദികളും ഒക്കെ ഈ ഒരു ചെരിവുള്ളത് കൊണ്ട് തന്നെ കിഴക്കോട്ടൊഴുകി, പടിഞ്ഞാറൻ നിന്ന് കിഴക്കോട്ടൊഴുകി ബേ ഓഫ് ബംഗാൾ ഓക്കെ ബംഗാൾ ഉൾക്കടലിലാണ് ലയിക്കുന്നത്. ബേ ഓഫ് ബംഗാളിലാണ് ലയിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഓക്കെ, അപ്പോ ഈ ഒരു പീഠഭൂമിയുടെ പൊതുവായ ചെരിവ് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കിഴക്കോട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന 4 നദികൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി ഇവ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക് ഒഴുകി ബേ ഓഫ് ബംഗാളിലാണ് ലയിക്കുന്നത്. ഫോളിംഗ് പോയിന്റ്, ഡീബൗച്ചിങ് പോയിന്റ് ബേ ഓഫ് ബംഗാൾ ആണ്. കാരണം എന്താണ്? ഈ ചെരിവാണ്. എന്നാൽ ഓക്കെ നർമ്മദയും താപ്തിയും, മറ്റു 2 റിവേഴ്സ് ആയിട്ടുള്ള നർമ്മദയും താപ്തിയും എങ്ങോട്ട് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ട് ഒഴുകിയിട്ട് അറബിക്കടലിലാണ് ഒഴുകുന്നത്. കേട്ടോ, പടിഞ്ഞാറോട്ട് ഒഴുകിയിട്ട് അറബിക്കടലിലാണ് ലയിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന അല്ലെങ്കിൽ അറബിക്കടലിൽ ലയിക്കുന്ന പ്രധാനപ്പെട്ട 3 നദികളാണ് സിന്ധു, പിന്നെ നർമ്മദ, താപ്തി എന്ന് പറയുന്നത്. നർമ്മദയും താപ്തിയും പെനിൻസുലാർ റിവേഴ്സ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ രണ്ടാമത്തെ ചോദ്യത്തിന് റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 3, മൂന്നാമത്തെ ചോദ്യം. കേരള തീരത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമായി കണക്കാക്കപ്പെടുന്നതും സ്വാഭാവിക ആഴക്കടൽ പ്രവാഹത്തിനും അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യാനുമുള്ള ശേഷിക്ക് പേര് കേട്ട തുറമുഖം ഏതാണ്? നോക്കിയേ, ചോദ്യത്തിൽ തന്നെ 4ൽ കൂടുതൽ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് പറയാണ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം. കാരണം ഇത് ഉപയോഗിച്ചിട്ടായിരിക്കും അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഇതിൽ ഉത്തരം എന്ന് പറയുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഴിഞ്ഞം തുറമുഖമാണ്. ഞാൻ ഈ ചോദ്യം എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ചോദ്യത്തിന് ഈ ഒരു ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്ന ഫാക്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഫാക്ട്സ് വെച്ചിട്ട് മാത്രം അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം സെലക്ട് ചെയ്തത്. അപ്പൊ എന്തൊക്കെ ഇതിൽ പറഞ്ഞത്? കേരള തീരത്ത് സ്ഥിതി ചെയ്യുന്നത് നമ്പർ 1 ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം. നമ്പർ 2 സ്വാഭാവിക ആഴക്കടൽ പ്രവാഹം, അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി. ഇതിനെല്ലാം പേര് കേട്ട തുറമുഖമാണ് ഇത് വിഴിഞ്ഞം തുറമുഖം. ഇതിനടിസ്ഥാനത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ 4 പ്രധാനപ്പെട്ട ആ ഒരു വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, സ്വാഭാവിക ആഴം. എന്താണ് സ്വാഭാവിക ആഴം എന്ന് പറഞ്ഞാൽ? സാധാരണഗതിയിൽ ഈ പോർട്ടുകൾ ഉണ്ടാക്കുന്ന സമയത്ത് വലിയ വലിയ കപ്പലുകൾ അടുക്കാൻ വേണ്ടിയിട്ട് ആ പോർട്ടിന് ആ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ആ ഒരു കടൽ ഭാഗത്ത് എന്ത് ചെയ്യുന്നു? കൃത്രിമമായിട്ട് ആഴം കൂട്ടാറുണ്ട്. പക്ഷെ ഇവിടെ കൃത്രിമമായിട്ട് ആഴം കൂട്ടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ? ഏകദേശം
20 മീറ്ററോളം പ്രകൃതിദത്തമായിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത്, ഈ ഒരു തുറമുഖത്തിന്റെ ഭാഗത്തിന് എന്തുണ്ട്, നീളമുണ്ട്, ഓക്കെ, ആഴമുണ്ട്. ഓക്കെ, 20 മീറ്ററോളം പ്രകൃതിദത്തമായിട്ട് തന്നെ ഈ വിഴിഞ്ഞം ഭാഗത്തിന് ആഴമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കപ്പലുകൾക്ക് അടുക്കാനും ഡ്രഡ്ജിങ് ഇല്ലാതെ തന്നെ ആഴം നിലനിർത്താനുമുള്ള ഒരു കഴിവ് ഏതിനുണ്ട്, ഈ വിഴിഞ്ഞം തുറമുഖത്തിനുണ്ട്. മനസ്സിലായല്ലോ? അതാണ് സ്വാഭാവിക ആഴം എന്ന് പറയുന്നത്. കൃത്രിമമായിട്ട് ആഴം കൂട്ടേണ്ട സാഹചര്യം വന്നിട്ടില്ല. 20 മീറ്ററോളം ആഴം പ്രകൃതിദത്തമായിട്ട് തന്നെ ഉണ്ട്. രണ്ടാമത്തെ വിശേഷം എന്താണ്? രണ്ടാമത്തെ പോയിന്റ് എന്താണ്? രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലുകൾ. അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി, അതാണ് ULCS എന്ന് പറയുന്നത്, അൾട്രാ ലാർജ് കണ്ടെയ്നർ ഷിപ്സ്. അത് കൈകാര്യം ചെയ്യാനുള്ള ശേഷി. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾക്ക് പോലും വിഴിഞ്ഞത്ത് അടുക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു ശേഷി ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ മൂന്നാമത്തെ, ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് എന്ന് പറയുന്നത് വിഴിഞ്ഞം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ്, ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് എന്ന് പറയുന്നത് വിഴിഞ്ഞം തുറമുഖം. ഇനി അടുത്ത പോയിന്റ്, അന്താരാഷ്ട്ര കപ്പൽ പാതയോടുള്ള സാമീപ്യം. ഓക്കെ, അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിന്ന്, അതായത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വൺ ഓഫ് ദി അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമാണ് ഈ ഒരു തുറമുഖം സ്ഥിതി ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അന്താരാഷ്ട്ര കപ്പൽ പാതയോടുള്ള സാമീപ്യം കൊണ്ടും ശ്രദ്ധിക്കപ്പെടുന്നു, വിഴിഞ്ഞം തുറമുഖം ശ്രദ്ധിക്കപ്പെടുന്നു. ഇനി അടുത്ത പോയിന്റ്, മദർ പോർട്ട്. വിഴിഞ്ഞം ഇന്ത്യയിലെ ആദ്യത്തെ മദർ പോർട്ടാണ്. എന്താണ് മദർ പോർട്ട് എന്ന് പറഞ്ഞാൽ? എത്ര? 20,000 മുതൽ 25,000 വരെ കണ്ടെയ്നറുകൾ, 20,000 മുതൽ 25,000 വരെ കണ്ടെയ്നറുകൾ വഹിക്കാൻ കഴിയുന്ന വലിയ വലിയ ഷിപ്പുകൾ ഉണ്ടല്ലോ, ആ കൂറ്റൻ കപ്പലുകൾക്ക് അടുക്കാൻ സാധിക്കുന്ന ഒരു പോർട്ട് ആയതുകൊണ്ടാണ് ഇതിനെ മദർ പോർട്ട് എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ 5 സവിശേഷതകൾ, അതായത് 5 ഏതൊക്കെയാണ്? ഒന്ന്, സ്വാഭാവിക ആഴം. ഓക്കെ, രണ്ടാമത് അൾട്രാ ലാർജ് കണ്ടെയ്നർ ഷിപ്സിന് കൈകാര്യം ചെയ്യാനുള്ള ശേഷി, ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം. ഓക്കെ, പിന്നെ അന്താരാഷ്ട്ര കപ്പൽ പാതയോടുള്ള സാമീപ്യം, അതുപോലെ തന്നെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ മദർ പോർട്ട്. ഈ 5 സവിശേഷതകൾ നോട്ട് ചെയ്യണം. ഇതൊരു ചോദ്യമായിട്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി 4ാമത്തെ ചോദ്യം, ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ട് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് 4ാമത്തെ ചോദ്യം. ഓക്കെ, എക്കണോമിക്സിൽ നിന്ന് ചോദ്യമാണ്, ചേരുംപടി ചേർക്കുക. അപ്പോൾ ഇതിന് ചേരുംപടി, ഞാൻ ഇതെല്ലാം ആദ്യം ചോദ്യം വായിക്കുന്നത്, നമുക്ക് ജസ്റ്റ് നേരെ ചേരുംപടി ചേർത്തങ്ങ് പഠിക്കാം. ഓക്കെ, ഇതില് ഓപ്ഷൻസ് എന്ന് പറയുന്നത് A1, പിന്നെ B2, C3, പിന്നെ D4, അതായത് കറക്റ്റ് തന്നെയാണ് കൊടുത്തിരുന്നത്. നമുക്ക് ഇതൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. വ്യവസായ മേഖലാ പരിഷ്കാരം എന്താ പറയുന്നത്? അതിന്റെ മാച്ചിങ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്? ഒട്ടേറെ വ്യവസായങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കാൻ വിപണിയെ കൂടി അനുവദിച്ചു. അപ്പോൾ വ്യവസായ മേഖലാ പരിഷ്കാരം ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നു. അപ്പൊ അതിന്റെ പോയിന്റ് എന്താണ്? അതെന്തിനെ സഹായിച്ചു? ശരിക്കും പല ഇൻഡസ്ട്രീസിലും എന്ത് ചെയ്തു? ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കാൻ ആരും കൂടെ ഇടപെടുന്നുണ്ട്, മാർക്കറ്റും കൂടെ, വിപണിയും കൂടെ അനുവദിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നു. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്, ധനകാര്യ പരിഷ്കാരം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ട ധനകാര്യ പരിഷ്കാരം. ഈ ധനകാര്യ പരിഷ്കാരത്തിന്റെ ഭാഗമായിട്ട് നിരവധി സ്വകാര്യ ബാങ്കുകൾ നിലവിൽ വന്നു. ഇന്ത്യൻ ബാങ്കുകൾ, വിദേശ ബാങ്കുകൾ ഉൾപ്പെടെ നിരവധി സ്വകാര്യ ബാങ്കുകൾ ഇന്ത്യയിലോട്ട് വരാനുള്ള കാരണം ഈ ഉദാരവൽക്കരണമായിരുന്നു. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇന്ത്യയിലെ ബാങ്കിങ് സെക്ടർ എടുക്കാൻ നിങ്ങൾക്ക് ഓൾഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും അതുപോലെ തന്നെ ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും എന്ന് പറഞ്ഞാൽ 2 ആക്കി തരംതിരിക്കാൻ പറ്റും. ഈ ഓൾഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്കിന് കൂടുതൽപ്പെട്ടതാണ് നമ്മുടെ ഫെഡറൽ ബാങ്ക്, ആ കാറ്റഗറിയിൽപ്പെട്ട ബാങ്കാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓൾഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ്. ധനലക്ഷ്മി ബാങ്ക്, കരൂർ വൈശ്യ ബാങ്ക്, ഇതെല്ലാം ഓൾഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ്. അതായത് ഉദാരവൽക്കരണത്തിന് മുമ്പ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് ഇവ. എന്നാൽ ഉദാരവൽക്കരണത്തിന് ശേഷം, അതായത് ലിബറലൈസേഷന് ശേഷം ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയില് ഗവൺമെന്റിനപ്പുറത്തേക്ക് പുതിയ പ്രൈവറ്റ് കമ്പനികൾക്കും കൂടെ ബാങ്കിങ് സ്ഥാപനം തുടങ്ങാനുള്ള ലൈസൻസുകൾ അനുവദിക്കാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഒട്ടനവധി പുതിയ ബാങ്കിങ് സ്ഥാപനങ്ങൾ നിലവിൽ വന്നു. അക്കൂട്ടത്തിൽപ്പെട്ടതാണ് നമ്മുടെ ICICI ബാങ്ക്, HDFC ബാങ്ക്, പിന്നെ കോട്ടക് മഹീന്ദ്ര ബാങ്ക്, യെസ് ബാങ്ക്. ഇതെല്ലാം എന്താണ്? ലിബറലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു കാലത്തിന് ശേഷം, അതായത് പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡിൽ വന്ന, അല്ലെങ്കിൽ ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഓപ്പൺ ചെയ്ത സ്ഥാപിക്കപ്പെട്ട പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളാണ്. ഇവയാണ് നമ്മൾ ന്യൂ ജനറേഷൻ ബാങ്കുകൾ. ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്ന് വിളിക്കുന്നതും ആരെ തന്നെയാണ്? പുതുതലമുറ ബാങ്കുകൾ അറിയപ്പെടുന്നതും ആരെ തന്നെയാണ്? ഈ പറയുന്ന ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളാണ്.
ക്ലിയർ ആയല്ലോ. അപ്പൊ നിരവധി സ്വകാര്യ ബാങ്കുകൾ നിലവിൽ വന്നു. ആക്സിസ് ബാങ്ക് ഒക്കെ അക്കൂട്ടത്തിൽ പെട്ടതാണ്. സ്വകാര്യ ബാങ്കുകൾ നിലവിൽ വന്നു. അത് ഇന്ത്യൻ ബാങ്കാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് ആവട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള ഡോഷ് ബാങ്ക് ആവട്ടെ, മറ്റുള്ള വിദേശത്തുള്ള ബാങ്കുകൾക്കും ഇന്ത്യയിൽ വന്ന സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള അനുമതി ലഭിക്കുന്നതൊക്കെ ഏതിന്റെ ഭാഗമായിട്ടാണ്? ഈ പറയുന്ന ലിബറലൈസേഷന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ഇനി വിദേശ വിനിമയ പരിഷ്കാരം, ഇത് ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. ഇന്ത്യയിലെ രൂപയുടെ വിനിമയത്തിന് വിദേശ നാണയത്തിന്റെ ചോദനത്തെയും പ്രധാനത്തെയും ആശ്രയിച്ച് തീരുമാനിക്കാൻ തുടങ്ങി. അതായത് ഇന്ത്യൻ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ്, ഇന്ത്യൻ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് അതെന്താണ്? അത് ഫോറിൻ കറൻസിയുടെ ഡിമാൻഡിന്റെയും സപ്ലൈന്റെയും അടിസ്ഥാനത്തിൽ നിശ്ചയിക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. അതായത് വിദേശ വിനിമയ പരിഷ്കാരം ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായി വന്നൊരു പോയിന്റാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ റുപ്പിയുടെ എക്സ്ചേഞ്ച് റേഷ്യോ, അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പിയുടെ എക്സ്ചേഞ്ച് റേറ്റ് അത് ഏതിനെ ആശ്രയിച്ച് തുടങ്ങി? ഫോറിൻ കറൻസികളുടെ ഡിമാൻഡിന്റെയും സപ്ലൈന്റെയും അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ റുപ്പിയുടെ എക്സ്ചേഞ്ച് റേറ്റ് മാറി വന്നതിൽ നിശ്ചയിക്കപ്പെട്ടത് എന്നുള്ള ഒരു പോയിന്റ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. വിദേശ വിനിമയ പരിഷ്കാരം. ഇനി വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരം. ഇന്ത്യൻ വ്യാവസായിക ഉൽപാദനത്തിൽ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക. അപ്പോൾ വ്യാപാര നിക്ഷേപ നയപരിഷ്കാരം കൊണ്ടുവന്നതോട് കൂടിയാണെങ്കിൽ ഇന്ത്യയിൽ വ്യവസായ ഉൽപാദനത്തിൽ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിച്ചു. അപ്പോൾ വ്യവസായങ്ങൾ തമ്മിൽ മത്സരിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷനുള്ള പോലെ ഒരു മത്സരക്ഷമത ഉണ്ടായി എന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു പക്ഷേ ഞാൻ ഓപ്പൺലി പറയാലോ, ഇത് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ പുതുതായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ, ഈ ലിബറലൈസേഷനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഈ ചോദ്യം മനസ്സിലാക്കാനും ഈ ഉത്തരം എഴുതാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എക്കണോമിക്സ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ആഴത്തിൽ പഠിച്ചാൽ മാത്രമേ പലപ്പോഴും എക്കണോമിക്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉത്തരം എഴുതാൻ സാധിക്കാറുള്ളൂ. അതുകൊണ്ട് എക്കണോമിക്സിലെ എല്ലാ പോയിന്റ്സും എല്ലാ ടോപ്പിക്സും വൃത്തിക്ക് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. എക്കണോമിക്സിന് വേണ്ടി മാത്രം ഞാൻ പ്രത്യേക ക്ലാസ് യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്ന ഭാഗം നമുക്ക് സിലബസിൽ ഉള്ളതാണ്. അത് നമുക്ക് പ്രത്യേകം ഒരു ടോപ്പിക് ആയി തന്നെ നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. യെസ്. അഞ്ചാമത്, ഇന്ത്യൻ പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ കൂറുമാറ്റത്തിന്റെ പേരിൽ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ചോദ്യമാണ്. ഇതിന് ഉത്തരം എന്ന് പറയുന്നത് 1985 52ാമത്തെ ഭരണഘടനാ ഭേദഗതി, 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് കേട്ടോ. 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 1985. ആരാണ് പ്രധാനമന്ത്രി 85 പ്രധാനമന്ത്രി ആരായിരിക്കും? ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാജീവ് ഗാന്ധി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. തുടക്കം 1985 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ഒരു ആക്ടിന്റെ കാര്യങ്ങൾ തുടങ്ങുന്നത്. 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ആക്കിയിട്ടാണ് ഇത് പാസ്സാക്കിയത്. 52ാമത്തെ ഭരണഘടനാ ഭേദഗതി. ഇമ്പോർട്ടന്റ് പോയിന്റ് അല്ലേ? യെസ്. ഇനി നോക്കി, എന്താ ഇതിന്റെ ലക്ഷ്യം? രാഷ്ട്രീയ പാർട്ടികളിലെ കൂറുമാറ്റം തടയുക. നമ്പർ 1, രാഷ്ട്രീയ പാർട്ടികളിലെ കൂറുമാറ്റം തടയുക. സർക്കാരുകളുടെ സ്ഥിരത ഉറപ്പാക്കുക. അപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ആളുകൾ കൂറുമാറുമ്പോൾ, എസ്പെഷ്യലി സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അതിൽ നിന്നൊക്കെ ആളുകൾ MLA-മാരും MP-മാരൊക്കെ കൂറുമാറാണെങ്കിൽ സ്വാഭാവികമായിട്ടും സർക്കാർ അസ്ഥിരപ്പെട്ടു പോകും, സർക്കാർ താഴെ പോകുന്ന അവസ്ഥ വരെ ഉണ്ടാവും. അപ്പൊ സർക്കാരിന്റെ സ്ഥിരത ഉറപ്പാക്കാനും രാഷ്ട്രീയ അസ്ഥിരത ഒഴിവാക്കുക, രാഷ്ട്രീയ പാർട്ടികളുടെ കൂറുമാറ്റം ഒഴിവാക്കുക എന്നതിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു നിയമമാണ് ഇത്. 52nd ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ കൊണ്ടുവന്നതാണ് നമ്മുടെ കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയുന്നത്. ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത് കേട്ടോ. യെസ്. ഇനി ഈ ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയിലെ 10th ഷെഡ്യൂൾ 10ാമത്തെ പട്ടിക അല്ലെ, ആന്റി ഡിഫെക്ഷൻ ലോ 10ാമത്തെ പട്ടിക ചേർക്കപ്പെട്ടു. അതെന്താണ്? കൂറുമാറ്റ നിരോധന നിയമമാണ് 10ാമത്തെ പട്ടിക എന്നറിയപ്പെടുന്നത്, ആന്റി ഡിഫെക്ഷൻ ലോ. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഇതിന്റെ കാരണങ്ങൾ എന്താണ്? എങ്ങനെയാണ് ഒരാളെ കൂറുമാറ്റം നിയമപ്രകാരം ഒരാൾ കൂറുമാറിയതായിട്ട് കണക്കാക്കുന്നത് എങ്ങനെയാണ്? അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇത് ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്വസ്റ്റിന് സാധ്യതയുള്ള ഒന്നാണ്. നമ്മൾ ഇപ്പോൾ സിവിക്സിന്റെ ഭാഗമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ടൊക്കെ ഇത് ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. സെക്രട്ടറി അസിസ്റ്റന്റിനൊക്കെ പഠിക്കുന്ന ആൾക്ക് അറിയാം ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പൊ എന്തായാലും ഡിഗ്രി ലെവൽ പരീക്ഷയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. മറക്കരുത്. എന്താണ്? ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ അംഗം സ്വമേധയാ പാർട്ടിയുടെ അംഗത്വം ഉപേക്ഷിക്കുകയാണെങ്കിൽ, രാഷ്ട്രീയ പാർട്ടിയിലെ അംഗം സ്വമേധയാ രാഷ്ട്രീയ പാർട്ടിയുടെ അംഗത്വം ഉപേക്ഷിച്ചാൽ എന്താണ്? കൂറുമാറ്റ നിരോധന അയോഗ്യനാക്കാനുള്ള കാരണമാണ്. 2, പാർട്ടി വിപ്പിന് വിപ്പിന് വിരുദ്ധമായിക്കൊണ്ട് സഭയിൽ വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ വോട്ട് ചെയ്യാതിരിക്കുക. അപ്പൊ പാർട്ടിയുടെ വിപ്പ് ഉണ്ടാവും, ആ വിപ്പ് അനുസരിച്ച് വോട്ട് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ വോട്ട് ചെയ്യരുതെന്ന് പറയും. അതിന് വിരുദ്ധമായിട്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അപ്പൊ എന്താണ്? അപ്പോഴും കൂറുമാറ്റ നിരോധന നിയമം അപ്ലിക്കബിൾ ആണ്. അയാളെ കൂറുമാറിയതായിട്ട് കണക്കാക്കാൻ പറ്റും. ഇവിടെ ഒരു പ്രത്യേക ഒരു ക്ലോസ് പറയുന്നുണ്ട്. പാർട്ടിയുടെ മുൻകൂർ അനുമതി എടുത്തിട്ടാണ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ പാർട്ടിക്ക് മാപ്പ് നൽകിയാലും കുഴപ്പമില്ല. ഈ 2 എക്സംഷൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. അല്ലാത്ത കേസുകളിൽ കൂറുമാറിയതായിട്ട് കണക്കാക്കും. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത പോയിന്റ് നോക്കിയേ.
സ്വതന്ത്രനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അംഗം, ഒരു MLA അല്ലെങ്കിൽ ഒരു MP, അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ശേഷം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നാലും കൂറുമാറിയതായിട്ട് കണക്കാക്കും. ക്ലിയർ ആണല്ലോ? അടുത്ത പോയി നോക്കി, നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗം അദ്ദേഹം സഭയിൽ അംഗമായതിനു ശേഷം 6 മാസത്തിന് ശേഷം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നാലും എന്താണ്, കൂറുമാറ്റ നിരോധന നിയമം അപ്ലിക്കബിൾ ആണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ജസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, ഈ പോയിന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാളെ കൂറുമാറിയതായിട്ട് കണക്കാക്കുന്നത്. ഇനി ഈ അയോഗ്യത ആരാ തീരുമാനിക്കുന്നത്? ആരാണ് ഇയാൾ കൂറുമാറിയതായിട്ട് കണക്കാക്കുന്നത്? അയോഗ്യത തീരുമാനിക്കുന്ന ആരാണ്? ഓക്കെ, ആ ഒരു സഭയുടെ അധ്യക്ഷനാണ്. ഇപ്പൊ ലോക്സഭയാണെങ്കിൽ ലോക്സഭാ സ്പീക്കറാണ്, രാജ്യസഭയാണ് രാജ്യസഭാ ചെയർമാനാണ്, നിയമസഭയിലാണ് നിയമസഭാ സ്പീക്കറാണ്. അപ്പൊ ഏത് സഭയിൽ നിന്നാണോ ഓക്കെ ഇത്തരത്തിലുള്ള ഒരു ആക്ഷൻ കാരണം അദ്ദേഹം കൂറുമാറിയതായിട്ട് കണക്കാക്കുന്നത്, ആ ഒരു ആക്ഷൻ എടുക്കേണ്ടത് ആ സഭയുടെ അധ്യക്ഷനാണ്, സ്പീക്കർ അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാൻ, സംസ്ഥാനത്താണെങ്കിൽ സ്പീക്കർ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ചില കേസുകളുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ 2/3 അംഗങ്ങൾ, അതായത് ഭൂരിഭാഗം ആളുകൾ മറ്റു രാഷ്ട്രീയ പാർട്ടി ലയിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകമല്ല. ഇതിനൊരു ലൈവ് എക്സാമ്പിൾ എനിക്ക് പറയാൻ പറ്റും. അപ്പൊ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷമൊക്കെ ആണെങ്കിൽ കുറച്ച് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു അല്ലെ? ആ സമയത്ത് NCP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് 2/3 ആളുകൾ എന്ത് ചെയ്തു, മറ്റൊരു പാർട്ടിയായിട്ട് മാറി. അപ്പൊ അവിടെ ആ അജിത് പവാറിന്റെ നേതൃത്വത്തിൽ അപ്പൊ ആ ആളുകൾക്ക് അവിടെ കൂറുമാറ്റ നിരോധന നിയമം ബാധകമായില്ല. കാരണം എന്താ, 2/3 മെമ്പർമാരും MLA മാരും എന്ത് ചെയ്തു, ഈ ഒരു ഭാഗത്തോട്ട് വേറൊരു ചേരിയിലോട്ട് മാറിയത് കൊണ്ട് തന്നെ, പാർട്ടി മാറിയത് കൊണ്ട് തന്നെ അവിടെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ബാധകമല്ല, അപ്ലിക്കബിൾ അല്ല എന്നുള്ള ഒരു ക്ലോസ് ഈ നിയമത്തിലുള്ളത് കൊണ്ട് അവർ കൂറുമാറിയതായിട്ട് പ്രഖ്യാപിച്ചില്ല, അവർക്ക് അംഗത്വം നഷ്ടപ്പെട്ടില്ല. ക്ലിയർ ആണല്ലോ? ഇത് ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിന്റ് ആണ്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം 2/3 അംഗങ്ങൾ മറ്റൊരു പാർട്ടിയിൽ ലയിക്കുകയോ ചേരുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ നിയമപ്രകാരം ബാധകമല്ല. യെസ്, അപ്പൊ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഫാക്ട്സ്. ഇനി 6ാമത്തെ ചോദ്യം, നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഉത്തരം എന്താണ്? ഉഷസ് എന്നുള്ള പദ്ധതിയാണ് നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിന്. എന്താണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സമഗ്രമായിട്ടുള്ള ആരോഗ്യ സേവനങ്ങളാണ്. അതായത് പ്രാഥമിക ആരോഗ്യ ശുശ്രൂഷ, രോഗനിർണയം, മരുന്ന് വിതരണം, ബോധവൽക്കരണ പരിപാടികൾ, ഇതൊക്കെ ഉൾപ്പെട്ടതാണ് ഈ ഉഷസ് എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി. ജസ്റ്റ് മനസ്സിലാക്കുക കേട്ടോ. യെസ്, ഇനി പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്? വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ എടുത്തു പറയുന്നുണ്ട്, ബീറ്റാ കോശങ്ങൾ. അപ്പൊ അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഉത്തരം എന്താണ്? ഇൻസുലിൻ. അപ്പൊ ആൽഫ കോശങ്ങളോ ഡെൽറ്റ കോശങ്ങളോ? നമുക്ക് നോക്കാം. അപ്പൊ പാൻക്രിയാസ് എന്താണ്, അതിൽ ഈ ഒരു ബീറ്റ ആൽഫ എന്നൊക്കെ പറഞ്ഞ എന്താണ്, ഇവ ഓരോരുത്തർ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതെന്തായാലും ഇൻസുലിൻ ആണ്. ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മനസ്സിലാക്കുക. പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യ ശരീരത്തിലെ ഒരു ഗ്രന്ഥിയാണ് അല്ലെ? എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥിയാണ്? ദഹന വ്യവസ്ഥ, എൻഡോക്രൈൻ വ്യവസ്ഥ, ഇതിലെല്ലാം പ്രധാനമായിട്ടും പങ്കുവഹിക്കുന്നത്, മനുഷ്യ ശരീരത്തിലെ ദഹന വ്യവസ്ഥയിലും എൻഡോക്രൈൻ വ്യവസ്ഥയിലും പ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് ഇതെന്ന് പറയുന്നത് പാൻക്രിയാസ് എന്ന് പറയുന്നത്. ഇതൊരു മിശ്ര ഗ്രന്ഥിയാണ്. മിക്സ്ഡ് ഗ്ലാൻഡ് എന്ന് പറയും, മിശ്ര ഗ്രന്ഥിയാണ്. ഗ്ലാൻഡ് അഥവാ ഗ്രന്ഥി. ഓക്കെ, മിക്സ്ഡ് ഗ്ലാൻഡ് അഥവാ മിശ്ര ഗ്രന്ഥി. എന്താണ് മിശ്ര ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ? ഇത് എൻസൈമുകളും ഉൽപ്പാദിപ്പിക്കും, ഹോർമോണും ഉൽപ്പാദിപ്പിക്കും. ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. അപ്പൊ എൻസൈമുകളും ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് മിക്സ്ഡ് ഗ്ലാൻഡ് അഥവാ മിശ്ര ഗ്രന്ഥി എന്നറിയപ്പെടുന്നു. ഏതിനെ? പാൻക്രിയാസിന്. ഇത് നോക്കിയേ, ഈ പാൻക്രിയാസില് ഹോർമോണുകൾ, ഓക്കെ, ഹോർമോണുകൾ, എൻസൈമുകളല്ല, ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗമാണ് എന്ത്? ഐലെറ്റ്സ് ഓഫ് ലംഗർഹാൻസ് എന്ന് പറയുന്നത്. എന്താണ്? ഐലെറ്റ്സ് ഓഫ് ലംഗർഹാൻസ്. ഓക്കെ, ഐലെറ്റ്സ് ഓഫ് ലംഗർഹാൻസ് എന്ന് പറയുന്ന ഭാഗമാണ് പാൻക്രിയാസിൽ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഐലെറ്റ്സ് ഓഫ് ലംഗർഹാൻസിൽ ലംഗർഹാൻസിലെ കോശങ്ങളും ഹോർമോണുകളും ഏതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കോശമാണ് ആൽഫ കോശങ്ങൾ. അതായത് ഈ ഐലെറ്റ്സ് ഓഫ് ലംഗർഹാൻസ് ആണ് ഈ പാൻക്രിയാസിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതില് ഏതൊക്കെ കോശങ്ങൾ ഏതൊക്കെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. ബീറ്റ കോശങ്ങൾ ഇൻസുലിനാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യത്തിൽ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പൊ ആൽഫ കോശങ്ങൾ ഒന്നാമത്തെ ഇതാണ് ആൽഫ കോശങ്ങൾ. ആൽഫ സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് ഗ്ലൂക്കഗോൺ ഹോർമോൺ. ഏതാണ് ഗ്ലൂക്കഗോൺ ഹോർമോൺ എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവിന്റെ ക്രമീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഹോർമോണാണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ ഗ്ലൂക്കഗോൺ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റി രക്തത്തിലോട്ട് വിടുന്നു. അപ്പൊ ഗ്ലൂക്കോഗോന്റെ ധർമ്മം എന്താന്ന് പറയുന്നുണ്ട്? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്ന സമയത്തും ഗ്ലൂക്കോഗോൺ എന്ത് ചെയ്യുന്നുണ്ട്? കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കജനെ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസ് ആക്കി മാറ്റി രക്തത്തിലോട്ട് വിടുന്നുണ്ട്. ആ ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ആൽഫ കോശങ്ങളാണ്. അപ്പൊ ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. രണ്ടാമത്തെ എന്താണ്? ബീറ്റ കോശങ്ങൾ. നമ്മുടെ ചോദ്യം, ബീറ്റ കോശങ്ങൾ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു? ഇൻസുലിൻ എന്നുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ എന്നുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു.
ഇൻസുലിൻ എന്നുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. എന്നാൽ ഡെൽറ്റ കോശങ്ങളാണെങ്കിൽ സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ഈ സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നവരാണ് ഡെൽറ്റ കോശങ്ങളാണ്. ഈ സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ അല്ലെ, ഇത് ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ എന്നിവയുടെ ഉൽപാദനത്തെയാണ് നിയന്ത്രിക്കുന്നത്. എന്നാണ് ഇതിന്റെ ഈ ഇൻസുലിനും ഗ്ലൂക്കഗോണിന്റെയും ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണും കൂടിയാണ് ഇതെന്ന് പറയുന്നത് സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മളെ ഇൻസുലിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ചോദ്യത്തിൽ ഇൻസുലിൻ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഈ ഇൻസുലിന്റെ പ്രധാനപ്പെട്ട വർക്ക് എന്താണ്, ധർമ്മം എന്താണ്? ഇൻസുലിൻ ഗ്ലൂക്കോസിനെ കോശങ്ങളിലോട്ട് വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. അതുവഴി എന്താ സംഭവിക്കുന്നത്? രക്തക്കുഴലിലെ അല്ലെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നു. അപ്പൊ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന വ്യക്തിയല്ല ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ ആണ് അല്ലെ. അപ്പൊ ഇൻസുലിന് ഗ്ലൂക്കോസിനെ കോശങ്ങളിലോട്ട് വലിച്ചെടുക്കുന്നു. ആ വലിച്ചെടുക്കുന്നതോട് കൂടി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നു. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റി കരളിലും പേശികളിലും സംഭരിക്കുന്നത് ആര് തന്നെയാണ്? ഇൻസുലിൻ തന്നെയാണ്. ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇത്. ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഇതെല്ലാം PYQ, ഇത് രണ്ടും PYQ ആയിട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആൽഫ കോശങ്ങളും ബീറ്റ, ഡെൽറ്റ ഇത് മറക്കരുത്. പാൻക്രിയാസ് ഒരു മിശ്ര ഗ്രന്ഥിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. യെസ്. 8ാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ പരസ്പരം യോജിക്കാത്തവ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. കേരള കലാമണ്ഡലം തൃശ്ശൂർ എന്ന് പറയുന്നു. യക്ഷഗാനം പാർത്തി സുബ്ബ എന്ന് പറയുന്നു. കഥകളി ഗുരുമാണി മാധവ ചാക്യാർ എന്ന് പറയുന്നു. പാട്ടബാക്കി തോപ്പിൽ ബാസി എന്ന് പറയുന്നു. ഓക്കെ, ഇതിൽ പരസ്പരം യോജിക്കാത്തവയാണ് കണ്ടെത്തേണ്ടത്. ഉത്തരം 3ഉം 4ഉം ശരിയല്ല. കഥകളി ഗുരുമാണി മാധവ ചാക്യാരല്ല, പാട്ടബാക്കി തോപ്പിൽ ബാസിയുമായി ബന്ധപ്പെട്ടതല്ല എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഇതൊന്ന് ശരിയാക്കി നോക്കാം. ഒന്നാമത് കേരള കലാമണ്ഡലം നമുക്ക് എല്ലാവർക്കും അറിയാം. PSC ഒരു 100 തവണ ചോദിച്ച ചോദ്യമാണ്. ചെറുതുരുത്തി തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. രണ്ടാമത്തെ എന്താണ്? യക്ഷഗാനത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന ആരാണ്? പാർത്തി സുബ്ബയാണ്. കറക്റ്റ് ആണ്. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഗുരുമാണി മാധവ ചാക്യാർ. നോക്കിയ ചാക്യാർ എന്നുള്ള വാക്ക് തന്നെ അവിടെയുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി തെറ്റാന്നുള്ളത് അല്ലെ. ചാക്യാർ കൂത്തുമായി ബന്ധപ്പെട്ടവനാണ് അല്ലെ. ചാക്യാർ അപ്പോ ഒന്ന് കൂടിയാട്ടം അതുപോലെ തന്നെയാണെങ്കിൽ ചാക്യാർ കൂത്തും. ഓക്കെ, കൂടിയാട്ടം ചാക്യാർ കൂത്ത് കലാകാരനാണ് ആര്? ഗുരുമാണി മാധവ ചാക്യാർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. നാലാമത്തത് പാട്ടബാക്കി എന്ന് പറയുന്ന നാടകം രചിച്ചതാരാണ്? K. ദാമോദരനാണ്. ഓക്കെ, 1937 തോന്നുന്നു പൊന്നാനിയിലെ കർഷക സമരത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് രചിച്ച ഒരു നാടകമാണ് പാട്ടബാക്കി എന്ന് പറയുന്നത്. പൊന്നാനിയിലെ കർഷക സമരത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി രചിച്ച ഒരു നാടകമാണ് പാട്ടബാക്കി എന്ന് പറയുന്നത്. K. ദാമോദരനാണ് ഈ ഒരു നാടകം രചിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ യോജിച്ച പേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. യെസ്, മനസ്സിലാക്കാൻ നോട്ട് ചെയ്തോണേ, മറക്കാൻ പാടില്ല കേട്ടോ. ഗുരുമാണി മാധവ ചാക്യാർ, കൂടിയാട്ടവും ചാക്യാർ കൂത്തും. ഓക്കെ. നെക്സ്റ്റ് 9ാമത്തെ ചോദ്യം, W ഏത് മൂലകത്തിന്റെ പ്രതീകമാണ്? കെമിസ്ട്രിയിലെ ചോദ്യമാണ്, വളരെ എളുപ്പമാണ്. ടങ്സ്റ്റന്റെ പ്രതീകമാണ് W എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ബാക്കിയുള്ള 3 പ്രതീകങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. ഓക്കെ, ഒന്ന് ടങ്സ്റ്റൻ W ആണ്. വനേഡിയം V ആണ്, ക്യാപിറ്റൽ V, വനേഡിയം V ആണ്. പിന്നെ മെർക്കുറി Hg ആണ്, സ്മോൾ ലെറ്റർ G. സോഡിയം Na, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ജസ്റ്റ് നോട്ട് ചെയ്യാം. ഓക്കെ, ടങ്സ്റ്റന്റെ പ്രതീകമാണ് W എന്ന് പറയുന്നത്. വനേഡിയം V, മെർക്കുറി Hg, സോഡിയം Na. ഇന്നത്തെ അവസാനത്തെ ചോദ്യം, ഉപലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നു വരുന്ന TD രാമകൃഷ്ണന്റെ നോവൽ ഇത്. അപ്പൊ നോവലിലെ കഥാപാത്രങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നോക്കിയും. ഉപലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നു വരുന്ന TD രാമകൃഷ്ണന്റെ നോവൽ ഏത്? അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാം TD രാമകൃഷ്ണന്റെ നോവലാണ്. അപ്പൊ ആണോ? യെസ്. അതിൽ ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഏത് നോവലാണ്? ആൽഫ എന്ന് പറയുന്ന നോവലിലാണ് ആര് കടന്നു വരുന്നത്? ഉപലേന്ദു ചാറ്റർജി. നമുക്ക് നോക്കാം TD രാമകൃഷ്ണന്റെ പ്രധാനപ്പെട്ട നോവലുകൾ. ആൽഫ, ആദ്യത്തെ നോവലിന്റെ പേരാണ് ആൽഫ. ഫ്രാൻസിസ് ഇട്ടിക്കോര, 2ാമത്തെ നോവല്. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി ഒരു 3ഓ 4ഓ തവണയെങ്കിലും PSC ഇത് ചോദിച്ചിട്ടുണ്ട്. ഈ പുസ്തകം ഇറങ്ങിയ സമയത്ത് അന്നത്തെ കറണ്ട് അഫെയർ ആയിട്ട് ചോദിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അവാർഡുകൾ കിട്ടിയ സമയത്ത് അങ്ങനെ ചോദിച്ചു. ഓക്കെ, സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി 3ാമത്തെ നോവലാണ്, മറക്കാൻ പാടില്ല കേട്ടോ. ഇതിൽ ശ്രദ്ധിക്കാം, വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇതില് പച്ച മഞ്ഞ ചുവപ്പ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു കൃതിയുണ്ട്. അതിൽ രാമചന്ദ്രൻ എന്ന സ്റ്റേഷൻ മാസ്റ്റർ, അരവിന്ദൻ, ജ്വാല, കലൈശ്വരി ഇതെല്ലാം ഈ ഒരു കൃതിയിലെ കഥാപാത്രങ്ങളാണ്. പച്ച മഞ്ഞ ചുവപ്പ് എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് രാമചന്ദ്രൻ എന്ന സ്റ്റേഷൻ മാസ്റ്റർ, അരവിന്ദൻ, ജ്വാല, കലൈശ്വരി. ഫ്രാൻസിസ് ഇട്ടിക്കോരയിലെ കഥാപാത്രമാണ് ആര്? ഫ്രാൻസിസ് ഇട്ടിക്കോര. അതേപോലെ തന്നെ ആൽഫയിലെ കഥാപാത്രമാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഉപലേന്ദു ചാറ്റർജി.
ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പോയിന്റ്സ് എല്ലാം എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു. നാളെ തൊട്ട് 5 മണിക്ക് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും നമ്മൾ സെഷൻ വെക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.